പോരാട്ടമൊക്കെ അവസാനിപ്പിച്ച് വി എസ് മടങ്ങുകയാണ് തിരുവനന്തപുരത്തു നിന്ന്. തിരുവനന്തപുരത്തെ പൗരാവലി വി എസിന് അന്ത്യാഞ്ജലി അർപ്പിച്ച് അന്തിമോപചാരം അർപ്പിച്ച് അദ്ദേഹത്തിന് വിട നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് ഇവിടെ നോക്കൂ, ആ ദൃശ്യങ്ങളിൽ കാണാം വളരെ ദൂരെ ആളുകൾ ഇങ്ങനെ അദ്ദേഹത്തെ ഇനിയും കണ്ടിട്ടും ഇവിടെ നിന്ന് പോകാതെ, ഈ നഗരത്തിൽ നിന്ന് പോകാതെ ഇവിടെ ഇങ്ങനെ കാത്തു നിൽക്കുന്ന എത്രയോ ആളുകളെ നമ്മൾ ഈ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോഴും കാണുകയാണ്. അവരുടെ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങി, അവരുടെ അന്തിമോപചാരം ഏറ്റുവാങ്ങിയാണ് വി എസ് ഇവിടെ നിന്ന് യാത്രയാകുന്നത്. അത് ഇനി മടക്കമില്ലാത്ത ഒരു യാത്രയാണ്. നമ്മൾ ഈ നിൽക്കുന്ന സമര ഗേറ്റ് എന്ന്, സെക്രട്ടേറിയറ്റിൻ്റെ സമര ഗേറ്റ് എന്ന്, സമര കവാടം എന്നൊക്കെ നമ്മൾ പറയുന്ന ആ ഭാഗത്ത്, അവിടെ വി എസ് നേതൃത്വം നൽകിയ എത്രയോ വലിയ സമര പോരാട്ടങ്ങൾക്ക് വേദിയായതാണ് ഈ സമര ഗേറ്റ്. ആ സമര ഗേറ്റിനൊക്കെ മുന്നിലൂടെയാണ് വി എസ് അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്ര നടത്തുന്നത്. പോരാളികളിൽ പോരാളികളി എന്നൊക്കെ പറയുന്ന കേരളത്തിന് ഒരു സമരനായകൻ ഉണ്ടെങ്കിൽ അത് വി എസ് ആണ് എന്ന് ജനങ്ങൾ പറയുന്നു. ആരെങ്കിലും അങ്ങനെ ഒരു വിശേഷണം അദ്ദേഹത്തിന് ചാർത്തി കൊടുത്തതല്ല, അത് ജനങ്ങൾ സ്വയം അങ്ങനെ അദ്ദേഹത്തെ കേരളത്തിൻ്റെ സമരനായകനായി അങ്ങനെ പ്രഖ്യാപിക്കുകയായിരുന്നു. അങ്ങനെ കേരളത്തിൻ്റെ സമരനായകന് തിരുവനന്തപുരത്തെ പൗരാവലി വിട നൽകിയിരിക്കുകയാണ്. തിരുവനന്തപുരം നഗരം അദ്ദേഹത്തിന് വിട നൽകുകയാണ്. അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങളാണ് ഇനി ബാക്കിയുള്ളത്. ആ പോരാട്ടങ്ങളാണ് ഇവിടെ ഊർജ്ജദായകങ്ങളായി വർത്തിക്കാൻ പോകുന്നത്. ആ പോരാട്ടങ്ങളിൽ നിന്ന് ഊർജ്ജമുണ്ടാണ് ഇനിയും, അല്ലെങ്കിൽ ആ പോരാട്ടങ്ങളിൽ നിന്ന് ഊർജ്ജം വീണ്ടെടുത്താണ് ഇനിയും മുന്നോട്ട് പോകുന്നത്. വി എസ് തിരുവനന്തപുരത്ത് നിന്ന് യാത്രയാവുകയാണ്. അദ്ദേഹത്തിൻ്റെ വിലാപയാത്ര സാവധാനം ആലപ്പുഴ ലക്ഷ്യമാക്കി പോവുകയാണ്. ആ യാത്ര തിരുവനന്തപുരത്തു നിന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് ആ യാത്ര തുടങ്ങിയിരിക്കുന്നു. ഇതുവരെ സമയക്രമങ്ങളൊക്കെ പാലിച്ചു തന്നെയാണ്. വലിയ ജനസഞ്ചയം, വലിയ ജനാവലി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ രാവിലെ മുതൽ തന്നെ അദ്ദേഹത്തിൻ്റെ മകൻ്റെ വസതിയിലേക്കും പിന്നീട് സെക്രട്ടേറിയറ്റിലേക്കും എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെയൊക്കെ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങി ഇവിടെ കാണാൻ, അദ്ദേഹത്തെ അവസാനമായി കാണാൻ എത്തിയ മുഴുവൻ പേർക്കും അന്തിമോപചാരം അർപ്പിക്കാൻ അവസരം ലഭിച്ച് അവരുടെയൊക്കെ അശ്രുപൂജകൾ ഏറ്റുവാങ്ങിയ, അശ്രുപുഷ്പങ്ങൾ ഏറ്റുവാങ്ങിയാണ് വി എസ് ഈ തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് വിട ചൊല്ലുന്നു. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പൊതു മണ്ഡലത്തിൽ എക്കാലത്തും തിരുവനന്തപുരം ഒരു നിർണായക ഒരു ഘടകം തന്നെയായിരുന്നു. അദ്ദേഹം മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, പാർട്ടി സംസ്ഥാന സെക്രട്ടറി, LDFിൻ്റെ കൺവീനർ, ജനപ്രതിനിധി, അങ്ങനെ അദ്ദേഹം എത്രയോ വലിയ പദവികൾ വഹിച്ചിട്ടുണ്ട്. ആ സമയത്തൊക്കെ അതിൻ്റെയൊക്കെ കേന്ദ്ര ബിന്ദുവായി പ്രവർത്തിച്ചത് തിരുവനന്തപുരം നഗരം തന്നെയായിരുന്നു. തിരുവനന്തപുരം നഗരം നഗരത്തിൻ്റെ പ്രിയപ്പെട്ട വി എസ് വിട നൽകുകയാണ്. തിരുവനന്തപുരത്തെ പൗരാവലി അദ്ദേഹത്തിന് കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി നൽകുകയാണ്. നമ്മൾ യഥാർത്ഥത്തിൽ അത് കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി എന്നൊക്കെ പറയുമ്പോഴും ഇവിടെ അക്ഷരാർത്ഥത്തിൽ അത് അങ്ങനെ തന്നെയാണ്. നമ്മൾ ഇന്ന് ദൃശ്യങ്ങളിൽ കണ്ടതാണ്. എത്രയോ ആളുകളാണ് നിറമിഴികളോടെ വി എസിന് അന്തിമോപചാരം അർപ്പിച്ച ദർബാർ ഹാളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. അദ്ദേഹത്തിൻ്റെ മകൻ്റെ വസതിയിൽ നിന്നും എത്രയോ ആളുകളാണ് അന്തിമോപചാരം അർപ്പിച്ച് കരഞ്ഞ മിഴികളോടെ പുറത്തേക്ക് വന്നത് നമ്മൾ കണ്ടതാണ്. അത് കേവലം ഒരു നേതാവിന് നൽകുന്ന യാത്രയപ്പ് എന്നതിനപ്പുറത്തേക്ക് അവരുടെയൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമായ ഒരു പൊതുപ്രവർത്തകന് നാളെ എന്ത് ആവശ്യങ്ങളുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും സഖാവ് വി എസ് ഉണ്ട് എന്ന് കരുതി അവർ വലിയ ജനസഞ്ചയത്തിന് ഇടയിലൂടെയാണ് വി എസ് അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്ര ഇപ്പോൾ നടത്തുന്നത്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു, അദ്ദേഹത്തിന് പ്രായത്തിൻ്റെതായ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ ഘട്ടത്തിലും ആശുപത്രി കിടക്കയിലൊക്കെയാണ് ആയിരിക്കുമ്പോഴും വി എസ് ഒരു പോരാളി ആയതുകൊണ്ട് അദ്ദേഹം തിരികെ വരും, ജീവിതത്തിലേക്ക് തിരികെ വരും എന്ന് കരുതിയവരാണ് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവരെല്ലാവരും. അവരെയൊക്കെ നിരാശരാക്കി ഇനി ഒരു മടക്കമില്ലാത്ത യാത്ര, ആ യാത്ര വി എസ് ഇവിടെ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ വിലാപയാത്ര ആലപ്പുഴ ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. അദ്ദേഹത്തിൻ്റെ സമരങ്ങളുടെ മറ്റൊരു ഭൂമികയാണ് ആലപ്പുഴ. അവിടുത്തെ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവരെ കാണുന്നതിന് വേണ്ടി, അവർക്ക് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി വി എസ് ആലപ്പുഴയിലേക്ക് പോവുകയാണ്. അതും മറ്റൊരു സമരഭൂമികയാണ്. കൊല്ലം വഴിയാണ് അദ്ദേഹത്തിൻ്റെ യാത്ര. ദേശീയപാതയിലൂടെയാണ് യാത്ര. ദേശീയപാത 66 ആ യാത്ര. വി എസ് ഔദ്യോഗിക ജീവിതത്തിൻ്റെ ഭാഗമായി നിരന്തരം യാത്ര ചെയ്ത ആ ഭൂമിയിലൂടെ വി എസ് വീണ്ടും ഒരു യാത്രയാണ്. ഇത്തവണ ഒരു പ്രത്യേകതയുള്ളത്, ആ യാത്രയ്ക്ക് ഒരു മടക്കമില്ലാത്ത യാത്രയാണ്. ഇനിയില്ല. ആ ഓർമ്മകളാണ് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവരെ ജീവിക്കാൻ, അല്ലെങ്കിൽ അവരുടെ അടുത്ത പോരാട്ടത്തിന് ഊർജം പകരുന്നത് ആ ഓർമ്മകളാണ്. അനുജ, പൊന്മുദ്ര
അതാ ടി വിക്ക് ഒരു കുട്ടി മുദ്ര